പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ വചനഭാഗം, ഇന്നത്തെ വാഗ്ദത്ത വചനഭാഗം ഉണ്ണീശോയെ സന്ദർശിക്കാൻ പോയ 3 രാജാക്കന്മാരെ പറ്റിയാണ്. ഓർക്കുക, ഈ 3 രാജാക്കന്മാർ കിഴക്കൻ്റെ രാജാക്കന്മാരാണ്. യേശു ജനിച്ച കാര്യം അറിയുന്നുണ്ട്. ആ അറിവ് വെച്ച് അവർ യേശുവിനെ കാണാൻ വരികയാണ്. ഒരു കാര്യം ഓർക്കുക, രാജാവായി ജനിച്ചവൻ രാജകൊട്ടാരത്തിലാകുമെന്ന് സ്വാഭാവികമായിട്ട് അവർ ചിന്തിക്കുന്നു. അതുകൊണ്ട് രാജകൊട്ടാരത്തിലേക്ക് പോയി. എങ്കിൽ പ്രിയമുള്ളവർ, പിന്നീട് വലിയ തിരിച്ചറിവ് അവർക്കുണ്ടാകുന്നു. ബേത്ലഹേമിലേക്ക് യാത്രയാകുക, ദൈവത്തിൻ്റെ തിരുമുഖം തേടിയുള്ള യാത്രയാണ്. ആ യാത്രയുടെ പര്യവസാനം യേശുവിനെ കാണുന്നുണ്ട്. യേശുവിനെ കണ്ടു കഴിയുമ്പോൾ ആ 3 പേരും പുതിയ വ്യക്തികളായി പുതിയ വഴിയിലൂടെ കടന്നു പോകുകയാണ്. ഈ രാജാക്കന്മാരെ പോലെ ദൈവത്തെ തേടിയുള്ള ഒരു യാത്രയാണ് എൻ്റെ ജീവിതത്തെ അർത്ഥം തരുന്നതെന്ന ചിന്തയോടുകൂടി ദൈവത്തെ തേടിയുള്ള യാത്ര നമുക്ക് നടത്താം. ദൈവത്തെ കണ്ടുമുട്ടി കഴിയുമ്പോൾ പുതിയ വഴിയിലൂടെ നടക്കുവാനും ഒപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് സാധിക്കണം. അവരുടെ ജീവിതം ഒരു അർപ്പണമായി നടത്തുകയാണ്. ഒപ്പം ആ സമ്മാനത്തിലൂടെ അവർ പ്രഘോഷിക്കുക, യേശു ആരെന്ന്. എൻ്റെ ജീവിതത്തിലൂടെ, എൻ്റെ പ്രവൃത്തിയിലൂടെ യേശുവിനെ പ്രഘോഷിക്കുവാനും യേശു ആരെന്ന് വെളിപ്പെടുത്തുവാനും എനിക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എങ്കിൽ പ്രിയമുള്ളവർ, ഈ വാഗ്ദത്ത പേടകത്തിലേക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. നമ്മുടെ കർത്താവായ ശംശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.